ഹലോ. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും പനിയോ അല്ലെങ്കിൽ ഫീവറോ ഹൈ ടെമ്പറേച്ചറൊക്കെ വരാൻ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാരണമുണ്ട്. ആ കാരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. നോർമലി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയത്ത് സമ്മറിൽ നിന്നും വിൻ്റർ ആകുമ്പോൾ, വിൻ്ററിൽ നിന്ന് സമ്മർ ആകുമ്പോൾ, അല്ലെങ്കിൽ മോൺസൂൺ സീസൺസ് ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടികളാണെങ്കിൽ അവർക്ക് പനി വരിക, ടെമ്പറേച്ചർ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ എങ്ങനെ കുറയ്ക്കാം, കുട്ടി എങ്ങനെ വീണ്ടും ഒന്ന് ആരോഗ്യ നില വീണ്ടെടുത്ത് ഓടിച്ചാടി നടക്കും, ഇത്രയും നമ്മൾ ചിന്തിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ചിന്ത. മതി, അതാണ് വേണ്ടത്. കാരണം അങ്ങനെയാണ് നമ്മൾ ആ അസുഖത്തിനെ സെറ്റിൽ ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നോർമലി നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ക്ലിനിക്കിലെ ഡോക്ടർ ആയാലും ശരി, ഹോസ്പിറ്റലിലെ ഡോക്ടർ ആയാലും ശരി, പറയുന്നതനുസരിച്ച് നമ്മൾ മേടിച്ച് കുട്ടിക്ക് കൊടുത്ത് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഡൗൺ ആവുന്നു, ഫീവർ റെഡി ആവുന്നു, ബോഡി ഹെൽത്തി ആവുന്നു, എല്ലാം ഓക്കെ. പക്ഷേ വീണ്ടും വീണ്ടും ഇത് വരാൻ മറ്റുള്ള പല കാരണങ്ങൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഒരു കാരണമാണ്, വെള്ളം, അതായത് അവർ കുടിക്കുന്നതായാലും കുളിക്കുന്നതായാലും വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത് കൊണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ കൂടെ വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ നോർമലായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ കഫം ഉണ്ടാവും. കഫം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിന്റെ അളവ് കൂടുകയും ഫീവർ വന്നിട്ട് അതിന്റെ അളവ് ഇനിയും കൂടും. എന്നിട്ട് ഫീവർ പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ അളവ് കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. കൂടുതൽ കഫം ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പനി വരാൻ എളുപ്പമാണ്. അപ്പൊ ഈ കഫം, അതായത് എക്സ്ട്രാ ആയിട്ടുള്ള കഫം നമ്മുടെ ശരീരത്തിൽ നിന്നും, അതായത് പിള്ളേരുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവാൻ ആയിട്ടുള്ള ഒരു ബെറ്റർ സൊല്യൂഷൻ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി. അതായത് കടയിൽ നിന്ന് നമുക്ക് പൗഡേർഡ് മഞ്ഞൾപ്പൊടി കിട്ടുന്നത് നമ്മൾ മേടിക്കാണ്ട് നമ്മൾ മഞ്ഞൾ കട്ടയായിട്ട് തന്നെ മേടിച്ചിട്ട് അതിനെ ഉണക്കി പൊടിപ്പിച്ച് എടുത്ത് കിട്ടുന്ന ആ പൊടി, അതും തേനുമാണ് നമുക്ക് ആവശ്യം. തേൻ എന്ന് വെച്ചാൽ മാക്സിമം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല തേൻ. ഈ ഡാബർ, ലയൺ ഇതിൻ്റെയൊക്കെ തേൻ മേടിക്കുന്നതിനേയും കാട്ടി കുറച്ചും കൂടെ ഖാദി പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാട്ടുതേനോ അങ്ങനെ മറ്റോ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന തേൻ, ഇതാണ് ആവശ്യം. ഇത് രണ്ട് നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടീസ്പൂണിനകത്ത്, ടേബിൾ സ്പൂണല്ല, ഒരു ടീസ്പൂണിനകത്ത് ഒരു 3-4 നുള്ള് മഞ്ഞൾപ്പൊടി, ആ പറഞ്ഞ മഞ്ഞൾപ്പൊടിയും ഒരു 3-4 ഡ്രോപ്പ് തേനും നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുക. ഇത് ദിവസത്തിൽ ഒരു 3-4-5 വട്ടം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം റിപ്പീറ്റഡ്ലി ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്നുള്ള കഫം ഒന്നിൽ അവർക്ക് അവരുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ അവരുടെ വേസ്റ്റിലൂടെയോ അത് പുറത്താകും. അപ്പം അങ്ങനെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ, ഒരു 2-2.5 ആഴ്ച ചെയ്യുവാണെങ്കിൽ ഉള്ളിൽ നിന്നും കഫം നല്ല രീതിയിൽ ക്ലിയർ ആവാൻ സാധ്യത വളരെ കൂടുതലാണെന്നല്ല, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദിക് രീതിയാണ്. ഓക്കെ. അപ്പം പിള്ളേർക്ക് ഉള്ളിൽ കഫമുണ്ട് എന്ന് തോന്നുന്ന മാതാപിതാക്കൾ പ്ലീസ് ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ബൈ.